നിങ്ങൾ നിഷ്ക്രിയരായതുകൊണ്ടാണ് കാസർഗോട്ട് നിന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ശിവദാസിനെയും വിശ്വനെയും രണ്ടിനെ ഇന്നത്തോടെ തീർക്കണം. യൂണിയൻകാർ തമ്മിലൊരു സംഘടനമായി തോന്നിക്കാവൂ. നമ്മൾക്കിതിലൊരു പങ്കുമില്ല. ഒന്നിനെയും ബാക്കി വെക്കരുത്. വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും. അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അതിന് 88 ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി, 91 ഡോക്ടർ PSRB ജെയിംസ് കമ്മിറ്റി, 92 ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മ പരിപാടികളുമില്ല. ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, മഴക്കാലത്ത് ബോട്ടിറക്കാൻ നാം ആരെയും അനുവദിക്കരുത്. എന്ത് വില കൊടുത്താലും, ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും. ആക്രമിച്ചവരാരാണെന്ന് ജയചന്ദ്രൻ പറഞ്ഞോ? അയാൾക്ക് പരിചയമുള്ളവരാരെങ്കിലും? ഇല്ല, 3-4 പേര് കത്തിയും വാളും കേട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല. ഏട്ടൻ തന്നെ സഹായിക്കണം. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ഏട്ടാ. ഏട്ടൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? ജയനിപ്പോ എവിടെയുണ്ട്? എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഏട്ടനെ കാണാനുള്ള മടിയുണ്ട് പുറത്ത്. പേടിച്ചല്ല, അവള് നിർബന്ധിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നു, വിഷ്ണുനോടും. രണ്ടുപേരെയും വകവരുത്താൻ തീരുമാനിച്ചുറപ്പിച്ചതുമായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളുടെ മീറ്റിംഗിൽ ബോംബെറിഞ്ഞ ഞങ്ങളല്ല. ഞങ്ങൾക്കതിൽ പങ്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ശിവേട്ടൻ അത് വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചിരിക്കും. കാരണം എൻ്റെ അനിയത്തി വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷേ അന്നവിടെ കത്തിക്കരിഞ്ഞ ശവങ്ങൾ കണ്ട പാർട്ടി അണികൾ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ജയൻ സൂക്ഷിക്കണം.
ജയൻ, താങ്കളുടെ ജീവൻ എടുത്തവരോട് ഞങ്ങൾ പകരം ചോദിക്കും. ഇത് സത്യം. സത്യം, സത്യം. ജയ് ഭാരത് മാതാ. എന്താ കാര്യം? നിനക്കൊന്നും അറിയില്ല അല്ലടാ. എന്തിന് നിങ്ങൾ ഇങ്ങനെ പരസ്പരം വെട്ടിക്കേറി ചാവുന്നു? കമ്മീഷണർ, ഞങ്ങൾ ജയേന്ദ്രനെ കൊന്നവനോ? ജയചന്ദ്രനെ കൊന്നു ഇവരല്ല. നമുക്കിടയിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടണം, പറഞ്ഞു തീർക്കണം. അല്ലാതെ എങ്ങനെ വെട്ടിയും കുത്തിയും ചത്തതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? എത്ര ശവങ്ങൾ വേണു? ഒന്നും അറിയാത്ത പാവങ്ങളുടെ, നിരപരാധികളുടെ. മറ്റുള്ളവർ നിങ്ങളുടെ ശത്രുത മുതലെടുക്കുകയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ജയചന്ദ്രന്റെ കൊലപാതകിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്, ലോക്കപ്പിൽ. നരേന്ദ്രൻ കോൺട്രാക്ടർ ഗുണ്ടകൾ. ശിവദാസും BSSകാരുമായുള്ള സംഘടനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അതിനിടയിൽ ആ കമ്മീഷണർ വന്ന് അവന്മാരെ കോംപ്രമൈസ് ആക്കി. ഞാൻ അറിഞ്ഞു. ജയചന്ദ്രനെ കൊന്നതും ഈ സംഘടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചതും മുതലാളിയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ആ ശിവദാസിന്. ശിവദാസൻ ഇല്ല, അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശിവേട്ടൻ എങ്ങോട്ടാ? ഞാൻ അറിഞ്ഞു എല്ലാം. ആ സംഘടനത്തിനിടയ്ക്ക് കമ്മീഷണർ ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടിയെ സേവിച്ചതിന്റെ ഫലം കിട്ടിയല്ലോ. കൂടെ നിന്നവർ പോലും കൈവിട്ടില്ലേ? ശത്രുക്കൾ ഇതൊരു അവസരമായി ഉപയോഗിക്കും. ഇനിയെങ്കിലും ശിവേട്ടൻ സ്വന്തം കാര്യം നോക്കണം. പുതിയൊരു ജീവിതം. അഞ്ജു, പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിതം എനിക്കില്ല. നീ പോലും അതിനുശേഷം വരൂ. പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ എനിക്കെതിരെ നടപടിയെടുത്തത്. അത് തിരുത്താൻ പാർട്ടി അണികളെ ഞാൻ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ശത്രുക്കളെ പേടിച്ച് ഓടി ഒളിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തുകൂടാത്തതാണ്. സത്യം വെളിപ്പെടുത്തണം. അതിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ തടസ്സം നിൽക്കരുത്. നീ എന്താ ഇവിടെ? നീ എന്തിനത് ചെയ്തു? എന്റെ ഒരു കൂടപ്പുറപ്പാട്ടെ തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു അനിയനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് നീ നിർത്തിച്ചു. ഇനി എന്നെ തല്ലരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നിട്ട് എന്നെ തല്ലയോ കൊല്ലയോ എന്ത് വേണമെങ്കിലും ചെയ്യും.
കൊല്ലങ്ങളായി ഞാൻ ശിവേട്ടിന്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോലീസിന്റെ ഇടികൊള്ളാനും കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ട് പാർട്ടി എനിക്ക് എന്ത് തന്നു? മാസം 300 രൂപ അലവൻസ്. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടും ദിവസം 500 1000. ഞാനന്ന് അവിടെ കയറിയതിന് ശിവേട്ടൻ എന്നോട് വഴക്കിട്ടു. മറ്റ് തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് ആ സേവിയറിനോട് എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു, അല്ലേ? അതുകൊണ്ടാണോ നീ പാർട്ടി ഒറ്റുകൊടുത്തത്? അല്ല, ഇന്നലെ കയറി വന്നവൻ യൂണിയൻ നേതാവായി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കാറും ബംഗ്ലാവും വാങ്ങുന്നു. കടപ്പുറത്ത് കള്ളും കഞ്ചാവും ചാരായം വിറ്റ് നടന്നവനെ പാർട്ടി മേയറാക്കുന്നു. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനെ പാർട്ടി എന്നും വിറക് വെട്ടിയും വെള്ളം കോരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം സഹിച്ച് വീടും കുടുംബവും പോലും ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സ്റ്റാലിൻ ശിവദാസ് അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. 6 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ്. കടം വാങ്ങി വാങ്ങി മടുത്തു. പാർട്ടി ശിവേട്ടിനെതിരെ എടുത്ത തീരുമാനം കൂടിയായപ്പോ ഞാൻ മാറി. വൈരാഗ്യത്തോടെ തന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവരുടെ കൂടെ ചേർന്നു. പണത്തിന് വേണ്ടി മാത്രം. ആരാ നിനക്ക് പണം തരുന്നത്? ഇവനാണോ ഈ നരേന്ദ്രൻ? അല്ല. പിന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആരാണ്? പറടാ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇനി നീ ഒളിച്ചിട്ട് കാര്യമില്ല, പറടാ. CG. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറത്തിന്റെ നോട്ടീസ് പോലും അച്ചടിച്ചത് CGയുടെ വീട്ടിലെ രഹസ്യമുറിയിൽ വെച്ചാണ്. രഹസ്യമുറി? കള്ളം പറയരുത്. സത്യമാണ് സഖാവേ. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് CG ആണ്. CG.